സൂപ്പറായിട്ടുണ്ട്. ധനുഷ് നല്ല ഡയറക്ടറാണ്. അപ്പോൾ ഇനിയും പുതിയ പുതിയ സാധനങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. എ.ആർ. റഹ്മാന്റെ മ്യൂസിക് സൂപ്പറാണ്. ഇഷ്ടപ്പെട്ട ഫൈറ്റൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ധനുഷിന്റെ പെർഫോമൻസ് ഒക്കെ സിനിമ, ഡയറക്ഷൻ, സ്ക്രിപ്റ്റിങ് ധനുഷണ്ണനാണ്. ധനുഷണ്ണ 50ാമത്തെ ചിത്രം. 50ാമത്തെ ചിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹു ഗംഭീരം. സൂപ്പറായിട്ടുണ്ട്. ധനുഷ് നല്ല ഡയറക്ടറാണ്. അപ്പോൾ ഇനിയും പുതിയ പുതിയ സാധനങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. എ.ആർ. റഹ്മാന്റെ മ്യൂസിക് സൂപ്പറാണ്. പടം നല്ല ആക്ഷനൊക്കെ അടിപൊളിയാണ്. സൂപ്പറാണ്. കണ്ടിരിക്കാം. ബോറടിക്കില്ല. ലാഗൊന്നുമില്ല. കണ്ടിരിക്കാം. എ.ആർ. റഹ്മാന്റെ മ്യൂസിക് ആണെങ്കിലും ധനുഷിന്റെ സ്റ്റോറി ഒരുമാതിരി പ്രെഡിക്റ്റബിൾ ആയിരുന്നു. നല്ല ആക്ടിങ് ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. വയലൻസ് ആണ്. മേക്കിംഗ് ആണെങ്കിലും ഫൈറ്റ് ഒക്കെ അടിപൊളിയാണ്. BGM എവരിതിങ് അത്രയ്ക്ക് ഭയങ്കര നൈസായിട്ട് തോന്നിയില്ല. ജസ്റ്റ് ഒരു മൂവി. ധനുഷിന്റെ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പെർഫോമൻസ് ധനുഷിന്റെ നോർമൽ നമ്മൾ ഈ ഒരു ടെംപ്ലേറ്റിലുള്ള മൂവീസിന് മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. സെയിം കൈൻഡ് ഓഫ് തിങ് ആയിട്ട് തന്നെ തോന്നി. പിന്നെ ആക്ഷൻസ് അത്യാവശ്യം നല്ലതായിരുന്നു. എടുത്തു പറയാൻ പറ്റുക എന്താണ് സിനിമയിൽ? എടുത്തു പറയാൻ പറ്റിയ എന്താണ് സിനിമയിലുള്ളത്? പ്രത്യേകിച്ച് അങ്ങനെ അത്രയും ആക്ടറിൽ നിന്ന് ധനുഷ് ഡയറക്ടറിനോട്ട് വരുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? അത്രയും പെർഫെക്ഷൻ ഒന്നും തോന്നിയില്ല. ജസ്റ്റ് നമ്മൾ ഇതിനു മുമ്പ് ഇതേപോലത്തെ ടെംപ്ലേറ്റിലുള്ള സെയിം മൂവീസ് കണ്ടിട്ടുണ്ട്. ആ ഒരു സ്ലം ഏരിയ, അവിടുത്തെ ഒരു ഗ്യാങ്സ്റ്റർ, അവരുടെ കുറേ പ്രോബ്ലം, ആ സെയിം ഒരു ടെംപ്ലേറ്റ് ആണ് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത്. ധനുഷിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഫൈറ്റ് കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. വയലൻസ് ആണ്. എങ്ങനെ സ്റ്റോറി പറയാൻ പറ്റില്ല. അത് കാണണം. എല്ലാവർക്കും ഉള്ള ഒരു മൂവി ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഫൈറ്റും വയലൻസും ഒക്കെ ഉള്ള ഒരു മൂവിയാണ്. മോസ്റ്റ്ലി കുറച്ച് ഇതാണ് കാണുന്നത്. പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. സിനിമ, ഡയറക്ഷൻ, സ്ക്രിപ്റ്റിങ് ധനുഷണ്ണനാണ്. ധനുഷണ്ണ 50ാമത്തെ ചിത്രം. 50ാമത്തെ ചിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹു ഗംഭീരം. അതിമനോഹരമായിട്ടുള്ള മ്യൂസിക്കും അതുപോലെ തന്നെ നല്ലൊരു പാട്ടുണ്ട്. അതിപ്പോൾ റീൽസ് ഓടിക്കൊണ്ടിരിക്കണം. എ.ആർ. റഹ്മാനെ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എ.ആർ. റഹ്മാന്റെ സംഗീതം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലൊരു 3 വരിയുണ്ട്. അതിപ്പം റീൽസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ ഡ്രാമ എണീറ്റ് നിൽക്കുകയാണ്. അതിനെക്കാടി ധനുഷിന്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുകയാണ് സൂര്യ വില്ലായി. എന്റെ അമ്മ കിടക്കാച്ചി അസുരന്റെ റേഞ്ച് വരും. അസുരന്റെ റേഞ്ച് പറഞ്ഞാൽ അസുരൻ വേറെ ലെവല്, ഇതും വേറെ ലെവല് പടമാണ്. ധനുഷന്റെ 50ാമത്തെ പടമാണ്. പക്ഷെ രണ്ടും ഒരേ കണക്ക് കട്ടയ്ക്ക് നിൽക്കുകയാണ്. കാര്യം നമ്മളെ കണ്ണ് നനയ്ക്കുന്ന സീൻസുകളുണ്ട് ആദ്യമേ തന്നെ. ലാസ്റ്റും അതുപോലെ തന്നെ ഇടയ്ക്ക് വെച്ച്. അതായത് സമ്മതിക്കണം അണ്ണന് ഈ ഇത്രയും സ്ക്രിപ്റ്റൊക്കെ അണ്ണന് എഴുതാൻ പറ്റിയ സമയം. ഡയറക്ഷനും വല്ല ആക്ഷൻ എടുത്ത് പറയാണ്. സൂര്യ അടിപൊളിയാണ്. പിന്നെ അതിനൊപ്പം ആക്ഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാളിദാസൻ, ജയറാമിൻ്റെ മകൻ കാളിദാസന് ഇത്രയും പടം കണ്ടാൽ നല്ലൊരു ക്യാരക്ടർ കൊടുത്തത് ഈ ഒരു സിനിമയിലാണ്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അപർണ ബാലമുരളി എല്ലാം കട്ടയ്ക്ക്. അതുപോലെ ധനുഷിനെ സഹോദരിയായിട്ട് അഭിനയിച്ച ആ പെണ്ണ് വേറെ ലെവല്. ഫൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഫൈറ്റ്. ആ പെണ്ണ് ഒരു രക്ഷയില്ല. നമ്മളെ കണ്ണ് തന്നെ നമ്മൾ കണ്ടു നമ്മളെ ചങ്ക തറ. അണ്ണം വേറെ ലെവൽ. എൻ്റെ അമ്മ ആ പാട്ട് എനിക്ക് സത്യം പറയാൻ റീൽസ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ച് നിൽക്കുകയാണ്. ധനുഷുണ്ട് റീൽസ് കഴിഞ്ഞാൽ വേറെ ലെവല്.